ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്, പച്ചപ്പപ്പായ, ലെമൺ, ആവശ്യത്തിന് പഞ്ചസാര. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ തേൻ ഉപയോഗിച്ചാലും മതി. അതിന് വേണ്ടി ഒരു ചെറിയ ഇഞ്ചി പീസും എടുത്തിട്ടുണ്ട്. പൊതന ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീട്രൂട്ടിൽ ഞാൻ പൊതന ചേർത്ത് ജ്യൂസ് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ പച്ചപ്പപ്പായയിൽ A, B, C, E എന്നീ വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബീട്രൂട്ടിനകത്താണെങ്കിൽ പേശികളുടെ ബലം കൂട്ടുന്നതിന് വേണ്ടിയുള്ള വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. ബുദ്ധിശക്തി എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ധാരാളം വൈറ്റമിനുകളുടെ കലവറയാണ് ഇത് രണ്ടും. അപ്പം നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്നതിലേക്ക് പോകാം. നല്ല നല്ല ടേസ്റ്റിയായ ജ്യൂസാണ്. അപ്പം നമ്മൾ BPL ജ്യൂസ് തയ്യാറാക്കുന്നതിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് 2 ഗ്ലാസ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നതിന് അരനാരങ്ങ മതി. അതിൽ കൂടുതൽ വേണ്ട. നമ്മളിതിന് BPL എന്ന് പേരിട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ബീട്രൂട്ട്, പപ്പായ, ലെമൺ എന്നിവ ചേർത്തായതുകൊണ്ടാണ് ഇതിന് ഞാൻ BPL ജ്യൂസ് എന്ന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ BPL ജ്യൂസ് റെഡി. അങ്ങനെ വലിയ ചിലവൊന്നുമില്ലാതെ നല്ലൊരു വൈറ്റമിനുകളുടെ ജ്യൂസ് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. എല്ലാവരും തയ്യാറാക്കുക. അപ്പോൾ ഇനി കാണും വരെ ബൈ.